വെൽക്കം ടു ഓൾ. എല്ലാവർക്കും എക്കോസ് എജ്യൂടാക്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്. അതിനകത്ത് പ്രൊമിസറി നോട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു സൈൻഡ് ഡോക്യുമെൻ്റ് ആണ്, അല്ലെങ്കിൽ രണ്ട് പാർട്ടീസ് തമ്മിൽ ഒരു എഗ്രിമെൻ്റ് എഴുതി ഒപ്പിടുന്നതാണത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. സോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഇസ് എൻ സൈൻഡ് ഡോക്യുമെൻറ്റ് ദാറ്റ് പ്രോമിസസ് എ സം ഓഫ് പേയ്മെൻറ്റ് ടു എ സ്പെസിഫൈഡ് പേഴ്സൺ ഓർ ദി അസൈനി. അപ്പോൾ രണ്ട് പേഴ്സൺസ് തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണെന്ത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഒരു സെർട്ടൈൻ സം ഓഫ് മണി മറ്റൊരാൾക്ക് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ കൊടുത്തുകൊള്ളാം എന്ന് എഴുതി എഗ്രിമെൻ്റ് എഴുതി ഒപ്പുവയ്ക്കുന്ന ഒരു പേപ്പറാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ട്രാൻസ്ഫറബിൾ ഇൻ നേച്ചർ. ഇതെന്ത് ചെയ്യാം, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഒരാൾ മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദെൻ അയാൾ മറ്റൊരാൾക്ക് വേറെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പല രീതിയിലത് ട്രാൻസ്ഫർ ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് പ്രൊമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക് തുടങ്ങിയവയൊക്കെയാണ്. ഇതൊക്കെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് പ്രകാരം സെക്ഷൻ 13 ഉൾപ്പെടുത്തിയിരിക്കുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് പ്രൊമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക് തുടങ്ങിയവ. പിന്നീട് പല രീതിയിൽ നമ്മൾ പുതിയ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. സോ അക്കോർഡിംഗ് ടു ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് ഓഫ് 1881 സെക്ഷൻ 13, എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് മീൻസ് എ പ്രൊമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ ചെക്ക് പേയബിൾ എയ്തർ ടു ഓർഡർ ഓർ ടു ബിയറർ. അങ്ങനെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 പറയുന്നത്. ഒന്നുകിൽ എന്തായിരിക്കണം, പ്രൊമിസറി നോട്ടായിരിക്കണം, അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിരിക്കണം, അതും അല്ലെങ്കിൽ ചെക്ക് ആയിരിക്കണം. ഇതിനെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഇസ് എ ഡോക്യുമെൻറ്റ് ഗ്യാരണ്ടിയിങ് ദ പേയ്മെൻറ്റ് ഓഫ് എ സ്പെസിഫിക് എമൗണ്ട് ഓഫ് മണി എയ്തർ ഓൺ ഡിമാൻഡ് ഓർ അറ്റ് എ സെറ്റ് ടൈം. അല്ലേ? അപ്പോൾ രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന് ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ രണ്ട് പാർട്ടീസ് തമ്മിൽ എഗ്രിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റൊരാൾ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് അത് തിരിച്ചു കൊടുക്കേണ്ട സിറ്റുവേഷൻസ് വരാം. അല്ല എങ്കിൽ ഒരു ഫ്യൂച്ചർ ഡേറ്റ് സെറ്റ് ചെയ്തിട്ട് ആ ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും ഇതിൻ്റെ റീപേയ്മെൻറ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദി എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്? ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് എ പേപ്പർ, അല്ലേ? ഒരു പേപ്പറിൽ രണ്ട് പാർട്ടീസ് തമ്മിൽ എഴുതി സൈൻ ചെയ്ത് സ്റ്റാമ്പ് ഒട്ടിച്ച ഒരു എഗ്രിമെൻ്റ് ആണ്. അതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അത് പല രീതിയിലും വരും, പല ഫോമിലും വരും. നമ്മൾ പറഞ്ഞു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആവാം, പ്രൊമിസറി നോട്ട് ആവാം, അതേപോലെ തന്നെ ചെക്ക് ആവാം എന്നൊക്കെ പറഞ്ഞു. ഇനി ജസ്റ്റിസ് വില്ലീസിൻ്റെ അഭിപ്രായത്തിൽ പല രീതിയിലുള്ള ഫീച്ചേഴ്സ്, ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിന് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഒന്ന്, ഈസി ട്രാൻസ്ഫറബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ട് പാർട്ടീസ് തമ്മിലാണ് എഗ്രിമെൻ്റ് എഴുതി ഒപ്പിടുന്നത്. ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു, അയാൾക്ക് വേണമെങ്കിൽ അത് പിന്നീട് പല ആളുകൾക്കും ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. സോ ഇറ്റ് ഈസ് ഫ്രീലി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. സോ ദർ ഈസ് നോ ബാരിയർ. അതാണ് ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. ദെൻ ദ സെക്കൻഡ് വൺ, ദ ട്രാൻസ്ഫറി ഗെറ്റ്സ് ആൻ അബ്സല്യൂട്ട് ആൻഡ് വാല്യൂഡ് ടൈറ്റിൽ. ദ ട്രാൻസ്ഫറി ഗെറ്റ്സ് എ ബെറ്റർ ടൈറ്റിൽ ഈവൻ ഇഫ് ദ ട്രാൻസ്ഫറർ ഹാസ് നോ ടൈറ്റിൽസ് ടു ദി ഇൻസ്ട്രുമെൻറ്റ്. അതായത് നോക്കുക, നമ്മളൊരു ട്രാൻസ്ഫറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ആരാണ്? ഹോൾഡറെയാണ്. നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് കൈവശം വെച്ചിരിക്കുന്ന ആളെ നമ്മളെന്ത് പറയുന്നത്? ട്രാൻസ്ഫറി എന്ന് പറയുന്നത്, അല്ല, അല്ലെങ്കിൽ ഹോൾഡർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ അയാളുടെ വാല്യൂ അല്ലെങ്കിൽ ടൈറ്റിലിനെ ഇത് ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇഷ്യൂ ചെയ്യുന്ന ആൾ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ടാവാം, അല്ലേ? അല്ലെങ്കിൽ അത് മുന്നേ കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം എന്ന് കരുതി അത് ഇപ്പോൾ ഹോൾഡ് ചെയ്ത ആളെ അത് ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ദ ട്രാൻസ്ഫറി ഗെറ്റ്സ് എ ബെറ്റർ ടൈറ്റിൽ ഈവൻ ഇഫ് ദി ട്രാൻസ്ഫറർ ഹാസ് നോ ടൈറ്റിൽസ് ടു ദി ഇൻസ്ട്രുമെൻറ്റ്. അല്ലെങ്കിൽ ട്രാൻസ്ഫറർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും ഈ ആളെ ബാധിക്കില്ല, അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് വാങ്ങിച്ച ആളെ ഒരു തരത്തിലും ബാധിക്കില്ല. അദ്ദേഹത്തിന് അബ്സല്യൂട്ട് വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബെറ്റർ ടൈറ്റിൽ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ദി തേർഡ് വൺ, റൈറ്റ് ഓഫ് ആക്ഷൻ. A holder in due course of a negotiable instrument has an indisputable right to possess and own the instrument in his own name. അല്ലേ? അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് സൂക്ഷിക്കാനുള്ള എല്ലാവിധ അധികാരങ്ങളും റൈറ്റും എല്ലാവിധ അവകാശങ്ങളും ആർക്കുണ്ടായിരിക്കും? ഈ ഒരു
ഹോൾഡർക്ക് ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്ഫറിക്ക് ഉണ്ടായിരിക്കും. അതാണ് റൈറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ദെൻ നോ പ്രയർ ഇൻഫർമേഷൻ അബൌട്ട് ദ ട്രാൻസ്ഫർ നീഡ് ടു ബി ഗിവൺ, അല്ലേ? ഇപ്പോൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു പ്രയർ പെർമിഷനോ കാര്യങ്ങളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇയാൾക്ക് വേണമെങ്കിൽ മറ്റൊരാൾക്കത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ നോ പ്രയർ ഇൻഫർമേഷൻ അബൌട്ട് ദ ട്രാൻസ്ഫർ നീഡ് ടു ബി ഗിവൺ, അതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും കൈമാറേണ്ടതില്ല. ദെൻ പ്രോംപ്റ്റ് പേയ്മെൻറ്റ്. പ്രോംപ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തിരിക്കണം, അല്ല അതിൻ്റെ പീരീഡ് കഴിയുന്ന സമയത്ത് ആ ഒരു ഫ്യൂച്ചർ ഡേറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ ഡിമാൻഡിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും അതിൻ്റെ മുഴുവൻ എമൗണ്ട് കൊടുത്തിരിക്കണം. അല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിനെ അത് ബാധിക്കും, അല്ലെങ്കിൽ ക്രെഡിറ്റ് വർത്ത്നെസ്സിനെ ബാധിക്കും, അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷനൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. രണ്ട് പാർട്ടീസ് തമ്മിൽ എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ മറ്റൊരാളെ ചീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവില്ല. പ്രോംപ്റ്റ് പേയ്മെൻറ്റ്, അഷ്വേർഡ് പേയ്മെൻറ്റ് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറായിട്ട് പറയുന്നത്. ദെൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിനെ ബൈ സ്റ്റാറ്റ്യൂട്ട് നമ്മൾ പറഞ്ഞു 1881 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് സെക്ഷൻ 13 പ്രകാരം അംഗീകരിക്കപ്പെട്ടുള്ള പ്രധാനപ്പെട്ട 3 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, 2 പ്രൊമിസറി നോട്ട്, 3 ചെക്ക്. ഇത് 3 1881 സെക്ഷൻ 13 പ്രകാരം അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ദെൻ ബൈ യൂസേജ് ഓർ കസ്റ്റംസ്, അല്ലേ? പല രീതിയിൽ അതിൻ്റെ ഉപയോഗത്തിനനുസരിച്ച് ബൈ കസ്റ്റംസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിനെ പല രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഹുണ്ടീസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് ഹിന്ദി വാക്കായതുകൊണ്ടാണ് നമ്മളത് ഹുണ്ടീസ് എന്ന പേരിൽ അത് അറിയപ്പെടുന്നത്. ദെൻ ബിയറർ ഡിബഞ്ചേഴ്സ്, ഷെയർ വാറൻസ്, ഡിബഞ്ചേഴ്സ് ഓഫ് ബോംബെ പോർട്ട് ട്രസ്റ്റ്, ഡിവിഡൻഡ് വാറൻസ്, റെയിൽവേ റെസിപ്റ്റ്സ്, ബാങ്കേഴ്സ് ഡ്രാഫ്റ്റ്, ഡെലിവറി ഓർഡേഴ്സ്, ഇതൊക്കെ എന്താ പറയുക നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് തന്നെയാണ്. അതിൻ്റെ യൂസേജ് അനുസരിച്ചും കസ്റ്റംസ് അനുസരിച്ചും അതിന് ഡിഫറെൻറ്റ് പേരുകൾ വരുന്നു എന്നുള്ളതുള്ളൂ. ദെൻ നോൺ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നത് മണി ഓർഡേഴ്സ്, ഡോഗ് വാറൻസ്, ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ്, പോസ്റ്റൽ ഓർഡർ, ഷെയർ സർട്ടിഫിക്കറ്റ് ഒക്കെ നോൺ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ദെൻ പ്രൊമിസറി നോട്ട്, നമ്മൾ ഇനി കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊമിസറി നോട്ട്സിനെ കുറിച്ചാണ്. എന്താണ് പ്രൊമിസറി നോട്ട്? എ പ്രൊമിസറി നോട്ട് ഈസ് എ ലീഗൽ financial tool declared by a party promising another party to pay the debt on a particular day. It is a written agreement signed by drawer with a promise to pay the money on a specific date or whenever demanded. അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിനകത്ത് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈപ്പാണ് പ്രൊമിസറി നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 2 പാർട്ടീസ് തമ്മിൽ എഗ്രിമെൻ്റ് ആണ്, സൈൻ ചെയ്യുന്നതാണ്, ഒരു ലീഗൽ എഗ്രിമെൻ്റ് ആണ്. എന്താ പറയുന്നത്, ഒരാൾ മറ്റൊരാൾക്ക് ഒരു സെർട്ടൈൻ സം ഓഫ് മണി ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ അല്ലെങ്കിൽ അദ്ദേഹം ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് ഇഷ്യൂ ചെയ്യുന്ന ഒരു നോട്ടാണ് അല്ലെങ്കിൽ ഒരു പേപ്പറാണത് പ്രൊമിസറി നോട്ട് എന്ന് പറയുന്നത്. ലീഗൽ വാലിഡിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, ഒന്നെങ്കിൽ ഒരു സ്പെസിഫിക് ഡേറ്റിലായിരിക്കും അതിൻ്റെ എമൗണ്ട് കൊടുക്കേണ്ടത്, അല്ല എങ്കിൽ എപ്പോഴാണോ ഡിമാൻഡ് ചെയ്യുന്നത് ആ സമയത്ത് കൊടുക്കണം. അതിനെയാണെന്ന് പറയുന്നത് പ്രൊമിസറി നോട്ട് എന്ന് പറയുന്നത്. സോ എ പ്രൊമിസറി നോട്ട് ഈസ് എ ലീഗൽ ഫിനാൻഷ്യൽ ടൂൾ ഡിക്ലെയർഡ് ബൈ എ പാർട്ടി promising another party to pay the debt on a particular day. It is a written agreement signed by the drawer with a promise to pay the money on a specific date or whenever demanded. And what are the features of promissory notes? First one, it is printed or written agreement. ഇതൊരു written agreement ആണ്. A promissory note should be in writing. A written agreement ആയിരിക്കണം. And an oral promises to pay money is not accepted. എല്ലാത്തിനും റിട്ടൺ എഗ്രിമെൻ്റ് ആണ് എപ്പോഴും ഒരു വാലിഡിറ്റി ഉണ്ടാവുക. അപ്പോൾ ഓറൽ ഡോക്യുമെൻറ്റിൽ അല്ലെങ്കിൽ ഓറലായിട്ടുള്ള നമ്മൾ വാഗൊണ്ട് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് അവിടെ അംഗീകാരമില്ല. റിട്ടൺ ആയിട്ട് എഗ്രിമെൻ്റ് എഴുതണം. അതാണ് ഒന്നാമത്തത്. 2, പേ ഡിഫൈൻഡ് എമൗണ്ട്. ഒരു ഡിഫൈൻഡ് എമൗണ്ട് കൊടുക്കുമെന്ന് അതിനകത്ത് എഴുതിയിരിക്കണം. ഇറ്റ് ഈസ് എ പ്രോമിസ് ടു പേ ദ മണി ഓൺ എ പെർട്ടിക്കുലർ ടൈം ഓർ വെൻ എവർ ഡിമാൻഡ്. അതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ദെൻ സൈൻഡ് ഡോക്യുമെൻറ്റ്സ്. 2 കൂട്ടർ അതിനകത്ത് സൈൻ ചെയ്യണം, മാത്രമല്ല അതിൽ സ്റ്റാമ്പും ചെയ്യണം. ഇന്ത്യൻ സ്റ്റാമ്പ് നിയമപ്രകാരം അതിൽ സ്റ്റാമ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനകത്ത് വാലിഡിറ്റി ഇല്ല. ദെൻ അടുത്ത് അൺകണ്ടീഷണൽ പ്രോമിസ് ആണ്. അൺകണ്ടീഷണൽ പ്രോമിസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കണ്ടീഷൻസ് ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. ദ പ്രോമിസ് ഇസ് ടു പേ എ സർട്ടൈൻ എമൗണ്ട് ഓഫ് മണി മസ്റ്റ് ബി അബ്സലൂട്ട് ഇൻ ഓൾ കേസസ്. ഇൻ സച്ച് നോട്ട്സ് എ കണ്ടീഷണൽ ഗ്യാരണ്ടി ഈസ് നോട്ട് അക്സെപ്റ്റഡ്. അല്ലേ? കണ്ടീഷൻസ് ഒന്നും പറ്റില്ല, ഇങ്ങനെയാണെങ്കിലേ തരുള്ളൂ, അങ്ങനെയാണെങ്കിൽ തരുള്ളൂ ഒന്നും പറയാൻ പറ്റില്ല. കറക്റ്റായിട്ട് അതിനകത്ത് അദ്ദേഹത്തിന് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ആ സമയത്ത് കൃത്യസമയത്ത് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള പേയ്മെൻറ്റ് കൊടുക്കണം. അവിടെ കണ്ടീഷൻസ് ഒന്നും അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. സോ ഇറ്റ് ഈസ് ആൻ അൺകണ്ടീഷണൽ പ്രോമിസ്. ദെൻ ലീഗൽ കോമ്പോസിഷൻ.
ലീഗൽ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഓൾ ദ പേയ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ ദ നേഷൻസ് ലീഗൽ കറൻസി. നമ്മുടെ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ട നാഷൻസ് കറൻസിയിൽ തന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ പേയ്മെൻറ്റുകൾ കാര്യങ്ങൾ നടത്തണം. അതാണ് ലീഗൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ. അതിനകത്ത് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. ദ നോട്ട് ഹാസ് ഓൾ ദ റിക്വയർഡ് ഇൻഫർമേഷൻ ഇൻക്ലൂഡിംഗ് ദി നെയിം ഓഫ് ദി ഡ്രോയർ ആൻഡ് പേയി, ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി, ടേംസ് ഓഫ് റീപേയ്മെൻറ്റ്, ഇഷ്യൂ ഡേറ്റ്, നെയിം ഓഫ് ദി ഡ്രോയി, നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് ദി ഡ്രോയർ, പ്രിൻസിപ്പൽ എമൗണ്ട് ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഈ ഒരു പ്രോമിസറി നോട്ടിനകത്ത് ഉണ്ടാവണം. ഇതൊക്കെ വേണം. ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ദ നെയിം ഓഫ് ദി ഡ്രോയർ, ആരാണോ ഡ്രോ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ പേയുടെ പേര് വേണം, എന്നാണ് അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് കഴിയുന്നത് ആ ഡേറ്റ് കൊടുക്കണം, റീപേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ ടേംസ് കാര്യങ്ങൾ കൊടുക്കണം, അതുപോലെ തന്നെ സിഗ്നേച്ചർ വേണം, അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പ്രൊമിസറി നോട്ടിൻ്റെ ഒരു ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് എമൗണ്ട് ഉണ്ടാവും, പ്ലേസ് ഉണ്ടാവും, റൈറ്റ് സൈഡിൽ അതിൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും, ആർക്കാണോ കൊടുക്കുന്നത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ എഴുതണം, എത്രയാണോ കൊടുക്കുന്നത് ആ എമൗണ്ട് എഴുതണം, രണ്ട് കൂട്ടരും സൈൻ ചെയ്യണം. ഉണ്ടോ സൈൻ രണ്ട്, അതായത് ആരാണോ കൊടുക്കുന്നത് ആരാണോ വാങ്ങുന്നത് അതുമായി ബന്ധപ്പെട്ട സൈൻസ് കാര്യങ്ങൾ, മെച്യൂരിറ്റി പീരീഡ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പ്രിൻസിപ്പൽ എമൗണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് ഉണ്ടായിരിക്കും. ദിസ് ഇസ് ദി ടെംപ്ലേറ്റ് ഓഫ് പ്രോമിസറി നോട്ട്. ഇത്തരത്തിലായിരിക്കും ഒരു പ്രോമിസറി നോട്ട് ഉണ്ടായിരിക്കുക. ഇനി വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോമിസറി നോട്ട്സ്? പ്രോമിസറി നോട്ട്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്? നമ്മളൊരു ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുമ്പോൾ കാര്യമായിട്ട് വരുന്നത് ഡിമാൻഡ് പ്രോമിസറി നോട്ട്സും യൂഷൻസ് പ്രോമിസറി നോട്ട്സുമാണ്. എന്താണ് ഡിമാൻഡ് പ്രോമിസറി നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പേരിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡിമാൻഡ് പ്രോമിസറി നോട്ട്സ് എന്ന് പറഞ്ഞാൽ പ്രോമിസറി നോട്ട്സ് വിച്ച് ആർ പേയബിൾ ഓൺ ഡിമാൻഡ് ആർ കോൾഡ് ഡിമാൻഡ് പ്രോമിസറി നോട്ട്സ്. ദർ ഈസ് നോ ഫിക്സഡ് ടൈം പീരീഡ് ഫോർ റീപേയ്മെൻറ്റ്, അല്ലേ? അപ്പോൾ ഡിമാൻഡ് പ്രോമിസറി നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ റീപേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും, അല്ലേ? അതിൽ കൃത്യമായിട്ടൊരു ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, ഒരു ഫിക്സഡ് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന് എപ്പോഴാണ് തോന്നുന്നത് ആ സമയത്ത് ആ പണം തിരിച്ചു ചോദിക്കും, ആ സമയത്ത് കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. ഓക്കെ, അതിനാണ് ഇത് പറയുന്നത് ഡിമാൻഡ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. അടുത്താണ് യൂഷൻസ് പ്രോമിസറി നോട്ട്സ്. യൂഷൻസ് പ്രോമിസറി നോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിമാൻഡ് പ്രോമിസറി നോട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അവിടെ ഒരു ഫിക്സഡ് ഡേറ്റ് ഉണ്ടായിരിക്കും, ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ഉണ്ടായിരിക്കും. ആ ഡേറ്റിനകത്ത് എന്തുണ്ടാവും, ആ ഡേറ്റിനകത്താണ് അതിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ദ പ്രോമിസറി നോട്ട് വിച്ച് ആർ പേയബിൾ ആഫ്റ്റർ എ പ്രീ ഡിഫൈൻഡ് പീരീഡ് ആർ കോൾഡ് യൂഷൻസ് പ്രോമിസറി നോട്ട്സ്. അപ്പോൾ ഈ ഡിമാൻഡ് പ്രോമിസറി നോട്ട്സും യൂഷൻസ് പ്രോമിസറി നോട്ട്സും അല്ലാതെ എൻ്റെ ഒരുപാട് വലിയൊരു കാറ്റഗറൈസേഷൻ ഉണ്ട് പ്രോമിസറി നോട്ട്സിൻ്റെ. അതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിലൊന്ന് പേഴ്സണൽ പ്രോമിസറി നോട്ട്സ്. എന്താണ് പേഴ്സണൽ പ്രോമിസറി നോട്ട്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ പണം കടം വാങ്ങാറുണ്ട്, അല്ലേ? അവിടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരു ലീഗൽ അതിനകത്ത് ഒരു ലീഗൽ എഗ്രിമെൻറ്റോ കാര്യങ്ങളൊന്നും വെക്കാറില്ല എങ്കിലും നമ്മൾ ഓറലായിട്ടാണ് വെക്കാറുള്ളത്. ദോ പീപ്പിൾ അവോയ്ഡ് ലീഗൽ റൈറ്റിംഗ്സ് വെൻ സീക്കിംഗ് എ ലോൺ ഫ്രം ക്ലോസ് കോൺടാക്ട്, ദ പ്രോമിസറി നോട്ട് ഷോസ് ബിലീവ് ആൻഡ് ട്രസ്റ്റ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ബോറോവർ. അപ്പോൾ അവിടെ ചെറിയ എഗ്രിമെൻറ്റ് വേണമെങ്കിൽ വെക്കാം. അത്തരത്തിലുള്ള എഗ്രിമെൻറ്റിനാണ് പറയുന്നത് നമ്മൾ പേഴ്സണൽ പ്രോമിസറി നോട്ട്സ് എന്ന് പറയുന്നത്. ഫാമിലി മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നോ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നോ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന ലോണിന് വെക്കുന്ന എഗ്രിമെൻറ്റ്. ദെൻ സിമ്പിൾ പ്രോമിസറി നോട്ട്സ്. മറ്റൊന്നാണ് സിമ്പിൾ പ്രോമിസറി നോട്ട്സ്. സിമ്പിൾ പ്രോമിസറി നോട്ട്സ് എന്ന സാധാരണ പ്രോമിസറി നോട്ടാണ്. എ റിട്ടേൺ ഗ്യാരണ്ടി ദാറ്റ് മണി ബോറോഡ് വിൽ ബി റിട്ടേൺ ടു ദ ലെൻഡർ ഇൻ ആൻ അഗ്രീഡ് അപ്പോൺ എ മാനർ. എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം അതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് പ്രകാരം അദ്ദേഹത്തിന് അതിൻ്റെ റീപേയ്മെൻറ്റ് കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഇഷ്യൂ ചെയ്യുന്ന സാധാരണ പ്രോമിസറി നോട്ടിനെ പറയുന്ന പേരാണ് സിമ്പിൾ പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. മറ്റൊന്ന് സ്റ്റുഡൻറ്റ് ലോൺ പ്രോമിസറി നോട്ട്സ്. എന്താണ് സ്റ്റുഡൻറ്റ്സ് ലോൺ പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഇസ് എ മാസ്റ്റർ പ്രോമിസറി നോട്ട് ബൈ ദി ഗവൺമെൻറ് ഓർ ഇറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ദാറ്റ് എ ബോറോവർ വിൽ റീപേ ദെയർ ലോൺസ് യൂസ്ഡ് ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്. അപ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോമിസറി നോട്ടാണ്. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉറപ്പ് അതിനകത്ത് ഉണ്ടായിരിക്കും. അതാണ് സ്റ്റുഡൻറ്റ് ലോൺ പ്രോമിസറി നോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റും ആരുമാണ്, ഈ ഒരു ബോറോവറും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ്. ഓക്കെ, സോ ആൻ എഗ്രിമെൻറ്റ് ദാറ്റ് എ ബോറോവർ വിൽ റീപേ ദെയർ ലോൺസ് യൂസ്ഡ് ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്. അപ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അത് സ്റ്റുഡൻറ്റ് ലോൺ പ്രോമിസറി നോട്ട്സ് എന്ന് പറയുന്നത്. മറ്റൊന്ന് റിയൽ എസ്റ്റേറ്റ് പ്രോമിസറി നോട്ട്സ് എന്ന് പറയും. എന്താണ് റിയൽ എസ്റ്റേറ്റ് പ്രോമിസറി നോട്ട്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ റിയൽ എസ്റ്റേറ്റ് പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രോമിസറി നോട്ട്സ്. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുക. ഇറ്റ് ഈസ് സിമിലർ ടു ദി കൊമേഴ്ഷ്യൽ പ്രോമിസറി നോട്ട്. ഇത് കൊമേഴ്ഷ്യൽ പ്രോമിസറി നോട്ടിന് സിമിലർ ആണ്. നമ്മൾ കൊമേഴ്ഷ്യൽ പ്രോമിസറി നോട്ട് നോക്കാൻ പോകുന്നേ ഉള്ളൂ. എ ബോറോവർ യൂസസ് ദെയർ
പ്രോപ്പർട്ടി ആസ് കൊളാട്രൽ ടു ദി സെക്യൂർ എ റിയൽ എസ്റ്റേറ്റ് പ്രൊമിസറി നോട്ട് അല്ലേ. അപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊമിസറി നോട്ടായിട്ട് അല്ലെങ്കിൽ ഒരു കൊളാട്രലായിട്ട് ഒരു സെക്യൂരിറ്റി ആയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് വെച്ചിരിക്കുന്നത് എങ്കിൽ ആ പറഞ്ഞ പ്രകാരം അദ്ദേഹത്തിന് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പറഞ്ഞ പ്രകാരം അദ്ദേഹത്തിന് ആ ഒരു പേയ്മെൻറ്റ് നടത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ, ഇഫ് എ ബോറോവർ ഡിഫോൾട്ട്സ് ഓൺ ഇറ്റ്, ദ ലെൻഡർ ക്യാൻ പ്ലേസ് എ ലിയൻ ഓൺ ദി പ്രോപ്പർട്ടി. ഇഫ് ദിസ് ഒക്കേഴ്സ് ദ ഇൻഫർമേഷൻ ക്യാൻ ബിക്കം പബ്ലിക് റെക്കോർഡ് ആൻഡ് അഫക്ട് ദി ബോറോവേഴ്സ് ക്രെഡിറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കടം വാങ്ങിച്ച ഒരാൾ അദ്ദേഹം ഒരു കൊളാട്രലായിട്ട് വെക്കുന്നത് എന്താണ്, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് വെക്കുന്നത്. എന്നാൽ പറഞ്ഞ സമയത്തിന് എന്ത് ചെയ്തില്ല, അദ്ദേഹത്തിന് ആ ഒരു എമൗണ്ട് മുഴുവനായിട്ട് കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ മുഴുവനായിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാം, ഈ കടം കൊടുത്ത ആൾക്ക് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട് ആ പ്രോപ്പർട്ടിയിൽ ഒരു ക്ലെയിം വെക്കാം, ലീഗലായിട്ട് മൂവ് ചെയ്തുകൊണ്ട് ക്ലെയിം വെക്കുക. അതാണ് ലിയൺ ഓൺ ദി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ക്ലെയിം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് സെക്യൂർ ചെയ്യാം അല്ലേ. അപ്പോൾ അത്തരത്തിലാരും അത് സമ്മതിച്ചു കൊടുക്കില്ല. കാരണം എന്താണ്, അത് പബ്ലിക് അറിയും. നമുക്ക് കടം വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് നമ്മുടെ വീടും പറമ്പൊക്കെ ജപ്തി ചെയ്ത് കൊണ്ടുപോയി എന്ന് പറയില്ല. അതുപോലെ തന്നെയാണ് അത് നാട്ടിൽ എല്ലാവരും അറിയും. അപ്പോൾ അതുകൊണ്ട് അവരുടെ ക്രെഡിറ്റിനെ ബാധിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് വർത്ത്നെസ്സിനെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് അവർ പേയ്മെൻറ്റ് നടത്തിയിരിക്കും. അപ്പോൾ ഇത് ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൊമിസറി നോട്ട്സ് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന കൊളാട്രൽ പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണത് റിയൽ എസ്റ്റേറ്റ് പ്രൊമിസറി നോട്ട്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമിസറി നോട്ട്സ്. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമിസറി നോട്ട്സ് എന്ന് പറഞ്ഞാൽ, ദ പ്രൊമിസറി നോട്ട് ഈസ് ഒക്കേഷണലി യൂസ് ടു റേസ് ഫണ്ട്സ് ഫോർ ബിസിനസ് പർപ്പസസ്. അപ്പോൾ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊമിസറി നോട്ടാണത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമിസറി നോട്ട്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സെക്യൂരിറ്റി പർപ്പസ് ആൻഡ് മാനേജ്ഡ് ബൈ സെക്യൂരിറ്റീസ് ലോസ്. അപ്പോൾ സെക്യൂരിറ്റി പർപ്പസസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുന്ന സമയത്ത് അതിൻ്റെ സെക്യൂരിറ്റീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊമിസറി നോട്ടുകൾ ഉപയോഗിക്കുന്നത്. അത് സെക്യൂരിറ്റീസ് ലോസ് നിയമപ്രകാരം അത് നിയമപ്രകാരമാണ് ഇത്തരത്തിലുള്ള പ്രൊമിസറി നോട്ടുകൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് റിലേറ്റഡ് ടു ദി റിട്ടേൺസ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് അതിൻ്റെ റിട്ടേണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു അഷുറൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രൊമിസറി നോട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമിസറി നോട്ട്സ്. അടുത്തൊരു ഒരു ടൈപ്പാണ് കാർ പ്രൊമിസറി നോട്ട്സ് എന്ന് പറയുന്നത്. കാർ പ്രൊമിസറി നോട്ട്സ് അല്ലെങ്കിൽ വെഹിക്കിൾ പ്രൊമിസറി നോട്ട്സ് ഒക്കെ എന്ന് പറയും. അപ്പോൾ എന്താണ് കാർ പ്രൊമിസറി നോട്ട്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വെഹിക്കിൾ പ്രൊമിസറി നോട്ട്സ് എന്ന് പറഞ്ഞാൽ, എ വെഹിക്കിൾ പ്രൊമിസറി നോട്ട് ക്രിയേറ്റ്സ് ആൻ എഗ്രിമെൻറ്റ് ദാറ്റ് എ ബോറോവർ വിൽ മേക്ക് പേയ്മെൻറ്റ് ടു എ ലെൻഡർ ഇൻ എക്സ്ചേഞ്ച് ഫോർ എ കാർ അല്ലേ. അപ്പോൾ കാർ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് അല്ലേ. ഇതിനകത്ത് എന്താ പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തണം. ദ നോട്ട് ഷുഡ് ഇൻക്ലൂഡ് ഡീറ്റെയിൽസ് അബൌട്ട് ദി മേക്ക് അല്ലേ, കാറിൻ്റെ ടൈപ്പ് ഏതാണ്, ഇപ്പോൾ മഹീന്ദ്രയാണോ അതുപോലെ തന്നെ മാരുതി സുസുക്കി ആണോ എന്നുള്ള കാര്യങ്ങൾ പറയണം. അതിൻ്റെ മോഡൽ പറയണം അല്ലേ, വെഹിക്കിളിൻ്റെ മോഡൽ പറയണം. ആൻഡ് ബി കെപ്റ്റ് സംവെയർ ആക്സസബിൾ ഇൻ ദ ഈവൻറ്റ് ഓണർഷിപ്പ് ഓഫ് ദി കാർ നീഡ്സ് ടു ബി പ്രൂവ്ഡ് അല്ലേ. അപ്പോൾ അത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ വെഹിക്കിൾ പ്രൊമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എഗ്രിമെൻ്റ് ആണ്. ആരൊക്കെ തമ്മിൽ, ബോറോവറും അതുപോലെ തന്നെ ലെൻഡറും തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ്. കാറിൻ്റെ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാർ ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വരുന്ന രണ്ട് എഗ്രിമെൻ്റ് ആണത് ഈ ഒരു വെഹിക്കിൾ പ്രൊമിസറി നോട്ട് അല്ലെങ്കിൽ കാർ പ്രൊമിസറി നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊമിസറി നോട്ട്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ നോക്കിയത് എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഡീറ്റെയിൽസ് പഠിച്ചു, അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കി. അതിനുശേഷം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള പ്രൊമിസറി നോട്ട് നോക്കി, എന്താണ് പ്രൊമിസറി നോട്ട്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കി. അതിനുശേഷം അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ദെൻ അടുത്തത് കൊമേഴ്ഷ്യൽ പ്രൊമിസറി നോട്ട്സ്. എന്താണ് കൊമേഴ്ഷ്യൽ പ്രൊമിസറി നോട്ട്സ്? നമ്മൾ നേരത്തെ പറഞ്ഞു കൊമേഴ്ഷ്യൽ പ്രൊമിസറി നോട്ട്സിൻ്റെ പോലെ തന്നെയാണ് ഏത് വരുന്നത്, റിയൽ എസ്റ്റേറ്റ് പ്രൊമിസറി നോട്ട്സ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കൊമേഴ്ഷ്യൽ പ്രൊമിസറി നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ബോറോയിങ് മണി ഫ്രം എ കൊമേഴ്ഷ്യൽ ലെൻഡർ സച്ച് എസ് എ ബാങ്ക് ഓർ ലോൺ ഏജൻസി. In the event the borrower is unable to make required payments, the lender may demand full payment of the loan, including interest. Furthermore, the lender is entitled to assign a lien on assets owned by the borrower until payment is received. അതായത് ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഈ കൊമേഴ്ഷ്യൽ പ്രൊമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ ബോറോയിങ് മണി ഫ്രം എ കൊമേഴ്ഷ്യൽ ലെൻഡർ സച്ചസ് ഒരു ബാങ്കിൽ നിന്നോ ഒരു ലോൺ ഏജൻസിയിൽ നിന്നോ ലോൺ എടുക്കുന്ന സമയത്ത് വയ്ക്കുന്ന ഒരു പ്രൊമിസറി നോട്ടാണ് കൊമേഴ്ഷ്യൽ പ്രൊമിസറി നോട്ട് എന്ന് പറയുന്നത്. ആ ഒരു കൃത്യസമയത്ത് എന്ത് ചെയ്യണം, ആ പേയ്മെൻറ്റ് അടച്ചു തീർക്കണം. അപ്പോൾ ഇൻ ദ ഈവൻറ്റ് ദ ബോറോവർ ഈസ് അണേബിൾ ടു മേക്ക് റിക്വയർഡ് പേയ്മെൻറ്റ്സ്, ഇപ്പോൾ ഓരോ മാസത്തിൽ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാനൊക്കെ അദ്ദേഹം ബുദ്ധിമുട്ടുന്നുണ്ട് എങ്കിൽ
അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അടവുകൾ ആ ബാങ്കിലേക്ക് വന്നിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ലോൺ ഏജൻസിയിലേക്ക് വന്നിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ദ ലെൻഡർ മേ ഡിമാൻഡ് ഫുൾ പേയ്മെൻറ്റ് ഓഫ് ദി ലോൺ. അങ്ങനെയാണെങ്കിൽ അത്തരം കേസുകളിൽ എന്ത് ചെയ്യും? ബാങ്കോ അല്ലെങ്കിൽ ആ ഒരു ലോൺ ഏജൻസിയോ ഫുൾ എമൗണ്ട് ഡിമാൻഡ് ചെയ്യും. എത്രയാണോ വാങ്ങിച്ചത് മുഴുവനായിട്ട് തിരിച്ചു കിട്ടണമെന്ന് പറയും. ഇനി അത്തരം കേസിൽ, അതായത് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ തിരിച്ചു വേണമെന്ന് പറയും. ഇനി അത്തരം കേസിൽ മുഴുവൻ എമൗണ്ട് അടയ്ക്കാൻ വില്ലിങ് അല്ല എങ്കിൽ, അല്ലെങ്കിൽ മുഴുവൻ എമൗണ്ടും കിട്ടുന്നില്ല എങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാം. അതായത് ഈ ബോറോവറുടെ കയ്യിൽ എത്ര അസറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടീസ് എത്രയുണ്ട്, ആ പ്രോപ്പർട്ടിയുടെ മുകളിലൊരു ക്ലെയിം, ആ ക്ലെയിമാണ് എന്ത് പറയുന്നത്? ഈ ലിയൻ ഓൺ അസറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓൺഡ് ബൈ ദി ബോറോവർ അണ്ടിൽ ദി പേയ്മെൻറ്റ് ഈസ് റിസീവ്ഡ്. അപ്പോൾ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് വരെ, മുഴുവൻ എമൗണ്ട് തന്നു തീർക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ അസറ്റിൻ്റെ മുകളിൽ ആർക്ക് ക്ലെയിം ഉണ്ട്? ഈ ഒരു ലോൺ ഏജൻസിക്ക് അല്ലെങ്കിൽ ബാങ്കിന് ക്ലെയിം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന പ്രോമിസറി നോട്ടാണ് കൊമേഴ്ഷ്യൽ പ്രോമിസറി നോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ദയചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.